إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ സഈദ്, മൻ റദിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ വജബത് ലഹുൽ ജന്ന. നമുക്കൊക്കെ പരിചിതമായ രാവിലെയും വൈകുന്നേരവും നമ്മൾ നിർവഹിക്കുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ വ റസൂല. അള്ളാഹുവിനെ ഞാൻ റബ്ബായും ഇസ്ലാമിനെ മതമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഞാൻ തൃപ്തിപ്പെട്ടു എന്ന ദിക്ർ. ആ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി തൃപ്തിപ്പെടുകയും ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, ആ വ്യക്തിക്ക് പിന്നെ സ്വർഗം നിർബന്ധമായി എന്നാണ്. അപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു ആ വാചകം കേട്ടപ്പോൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഈദ് അലയ്യ, ആ പ്രവാചകരെ ആ വാക്ക് ഒന്നുകൂടെ എനിക്ക് പറഞ്ഞു തരുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീണ്ടും പറഞ്ഞു കൊടുത്തു എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ഇത് ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ഇത് ചൊല്ലുന്ന ആളുകളെക്കുറിച്ചും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായിക്കൊണ്ട് തൃപ്തിപ്പെടുക, അംഗീകരിക്കുകയല്ല, അല്ലെങ്കിൽ മനസ്സിലാക്കലുമല്ല, മറിച്ച് അത് തൃപ്തിപ്പെടലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി തൃപ്തിപ്പെടലാണ്. ദീന് ഇസ്ലാമിനെ അത് തൃപ്തിപ്പെട്ട് അംഗീകരിക്കലാണ്. ഇതിൻ്റെ വിശദീകരണം എന്താണ്, ഇതിൻ്റെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് മുല്ല അലി ഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അതിൻ്റെ അർത്ഥം റളീതു ബി ജമീഇ അഹ്കാമിൽ ഇസ്ലാം മിനൽ അവാമിരി വൻ നവാഹി ദീനൻ. അതിനർത്ഥം ദീനായിക്കൊണ്ട് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിലുള്ള എല്ലാ കൽപ്പനകളും എല്ലാ നിരോധനങ്ങളും അത് ഞാൻ ദീനായി തൃപ്തിപ്പെട്ടു എന്ന് ഒരാൾ വിശ്വസിക്കലാണ്,
വൻഖിയാദൻ, അതങ്ങനെ തന്നെ പ്രാവർത്തികബദ്ധമാക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ വാക്കുകൊണ്ട് ഇസ്ലാം എനിക്ക് തൃപ്തിപ്പെട്ട മതമാണെന്ന്, റബ്ബ് എനിക്ക് തൃപ്തിപ്പെട്ടവനാണ് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഉള്ളിനുള്ളിലെ വിശ്വാസം കൊണ്ട് അത് കഴിഞ്ഞ് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ളൂ എന്നിടത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം അത് ഒരു മനുഷ്യനെ സ്വർഗം നിർബന്ധമാക്കാനുള്ള മാനദണ്ഡമായി തീരുക എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഇപ്പം നോക്കൂ, ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിനൊരു വ്യത്യസ്തതയുള്ളത്, സാധാരണ നമ്മുടെ മുന്നിൽ റിലീജിയൻ, മതം എന്നൊക്കെ പറഞ്ഞാൽ, പുതിയ കാലത്തെ വായന അല്ലെങ്കിൽ മതത്തിന് കൊടുക്കുന്ന നിർവചനം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് പൊതുവെ പറയാറുള്ളത്. ഒന്ന് സ്പിരിച്വൽ ആയിരിക്കണം മതം, രണ്ടാമത്തതൊന്ന് പ്രൈവറ്റ് ആയിരിക്കണം മതം. മതം ആചരിക്കുക, ഒരാൾ റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? ഒന്നത് സ്പിരിച്വൽ ആയിരിക്കണം, അഥവാ ഒരു മനുഷ്യൻ്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ദൈവം, വിശ്വാസം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ആത്മീയ തലമാണ്. അവൻ ആത്മീയമായ ഉണർവ് നൽകുന്നതാണ്. അവിടെയാണ് മതം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ അവിടെ മാത്രമാണ് മതം ഉണ്ടാകേണ്ടത്. രണ്ടാമതൊരു കാര്യം, മതം, റിലീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രൈവറ്റ് ആയിരിക്കണം, അഥവാ ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കുന്നിടത്ത് ഒതുങ്ങണം മതം എന്നതാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നതും ഒരു പുതിയ ലോകത്ത് അതിനെ പറയാൻ, നിർവചിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന മതത്തിൻ്റെ കാഴ്ചപ്പാടിനേക്കാൾ വിശാലമായ ഒരു അധ്യാപനമാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെ ഉറങ്ങണമെന്നതിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതൊരു മനുഷ്യൻ്റെ അകത്ത ആത്മീയതയേക്കാൾ അപ്പുറത്ത് മനുഷ്യൻ്റെ വൈയക്തിക ജീവിതത്തെ തന്നെ ബാധിക്കുന്ന, ഇടപെടുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നതും അതിൻ്റെ നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളുമെല്ലാം. എങ്ങനെ കിടന്നുറങ്ങണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ ക്രയവിക്രയം നടത്തണം നടത്തരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ആരോടൊക്കെ സൗഹൃദമാകാൻ പറ്റും പാടില്ല ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ വേഷം ധരിക്കണം ധരിക്കരുത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ വൈയക്തികമായ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്ന ഒരു ജീവിതമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതെല്ലാം തന്നെ ഒരു വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളോടുള്ള മതപരമായ വിധിവിലക്കുകൾ, മതപരമായ നമ്മളോട് മതം അനുശാസിക്കുന്നതായ കൽപ്പനകൾ, നിരോധനങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ സർവ്വതലങ്ങളിലും സ്പർശിക്കുന്നതാണ്. നമുക്കത് ബോധ്യമുണ്ട് അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും, എന്തൊക്കെ തിന്നുന്നു, എന്തൊക്കെ തിന്നാൻ പാടില്ല എന്നൊക്കെ വിശ്വാസി തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് ദൈവികമാണ് എന്ന വിശ്വാസത്തിന്മേലാണ്. ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് അവതരിപ്പിച്ച നിയമങ്ങളിലകത്തുള്ളതാണ് എന്ന നമ്മുടെ ഉറപ്പിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ തന്നെയാകണം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകാനും പാടില്ല. അത് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് മതം എന്നതുകൊണ്ട്, ദീൻ എന്നതുകൊണ്ട് ഇസ്ലാം കൽപ്പിക്കുന്നതും ഇസ്ലാം പഠിപ്പിക്കുന്നതും. ആ ഇസ്ലാം കൽപ്പിക്കുന്ന എല്ലാ മേഖലകളിലുമുള്ള നിയമങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു വിശ്വാസവും ധാരണവും ബോധ്യമൊക്കെ ഉണ്ടാകേണ്ടത്, ഇത് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ നിയമങ്ങളായതുകൊണ്ട് തന്നെ അതിൽ പരിപൂർണതയുണ്ട്, അതിൽ കൃത്യതയുണ്ട്, അതിൽ നീതിയുണ്ട്, അതിലെല്ലാ നിലക്കും മനുഷ്യർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന മസ്ലഹത്തുകളുമുണ്ട് എന്നതുകൂടെ നമ്മൾ അതിൻ്റെ പാർട്ടായി തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. ഏത് വിഷയമായാലും, നിസ്കരിക്കുന്ന വിഷയമായാലും, നോമ്പ് നോക്കുന്ന വിഷയമായാലും, വസ്ത്രം ധരിക്കുന്ന വിഷയമായാലും, സാമ്പത്തിക ഇടപാട് നടത്തുന്ന വിഷയമായാലും, അതിൽ ദീൻ ഒരു കൽപ്പനയുണ്ടോ, അല്ലെങ്കിൽ ദീനിനൊരു നിരോധനമുണ്ടോ, ചെയ്യണമെന്നും ചെയ്യരുത് എന്നുമുള്ള നിർദ്ദേശമുണ്ടോ, ആ നിർദ്ദേശം മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസ്ലഹത്തിനും നന്മയ്ക്കുമായിരിക്കും എന്നതിൽ ഒരു വിശ്വാസിക്ക് തർക്കം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല അത് സമ്പൂർണ്ണമായിരിക്കും. കാരണം എന്താ? ഗൈബ് അറിയുന്ന, നാളെ അറിയുന്ന, ഇനി മറ്റന്നാൾ അറിയുന്ന, കഴിഞ്ഞ കാലങ്ങളും അറിയുന്ന, മനുഷ്യൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചറിയുന്ന റബ്ബിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് പരിപൂർണമായിരിക്കും, സമ്പൂർണമായിരിക്കും. ആ സമ്പൂർണത മനുഷ്യർ ഉണ്ടാക്കുന്ന ഒന്നിനും തന്നെ പറയുവാനോ വാദിക്കുവാനോ സാധ്യമല്ലാത്തതാണ്. സഹോദരങ്ങളെ, ഈ വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം മതപരമായ എല്ലാ വിധിവിലക്കുകളെയും നമ്മൾ സമീപിക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ നന്നായി ഡീവിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്ന, ഒരർത്ഥത്തിൽ
വേണ്ട രൂപത്തിൽ മതപഠനത്തിന് പ്രാധാന്യം കൊടുക്കാതെ അത് പരിശ്രമിക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നന്നായി മനസ്സിനെ അലോസരപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച്, നിയമങ്ങളെക്കുറിച്ച് നന്നായി പരിജ്ഞാനമില്ലാത്തവർ, ബോധമില്ലാത്തവർ പ്രത്യക്ഷാർത്ഥത്തിൽ അല്പമാത്രം അറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ശരിയാണ്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കൊക്കെ എന്തൊക്കെയോ ന്യൂനതയുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യും. ഇങ്ങനെ വിശാലമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പറയുന്ന വാചകത്തെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തിലേക്ക് കൊണ്ടുവന്നാൽ, ഇസ്ലാമിൽ മതപരമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ സൃഷ്ടിച്ച റബ്ബ് സംവിധാനിച്ച നിയമസംഹിതയുടെ ഭാഗമാണ് അനന്തര സ്വത്ത് വീതം വെക്കേണ്ടതിനെ കണക്കിനെക്കുറിച്ച്. നസീബം മഫ്റൂള എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ ഓഹരികൾ തന്നിഷ്ടത്താൽ ഏതെങ്കിലും ഒരാൾ കണക്ക് കൂട്ടി ഉണ്ടാക്കിയ ഓഹരികളല്ല, മറിച്ച് അത് ലോകത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യരാശിയുടെ മസ്ലഹത്തിനെ കുറിച്ച് അറിയുന്ന റബ്ബ് എല്ലാ കാലത്തെയും മനുഷ്യർക്ക് അനുയോജ്യമായ ക്രയവിക്രയത്തിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു നിയമമാണ്. ആ ബോധം എല്ലാ കാര്യങ്ങളിലും, നിസ്കരിക്കാൻ പറഞ്ഞ റബ്ബ് തന്നെ, നോമ്പ് നോക്കാൻ പറഞ്ഞ റബ്ബ് തന്നെ, ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞ റബ്ബ് തന്നെ, ജുമുഅക്ക് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞ റബ്ബ് തന്നെ, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ സ്വത്ത് എങ്ങനെ അനന്തരാവകാശമായി വീതം വെക്കപ്പെടണം എന്നതിനെക്കുറിച്ച് സംക്ഷിപ്തമായി, സമ്പൂർണമായി, പരിപൂർണമായി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതോ ഒരു കാര്യത്തെ മാത്രം എടുത്ത് അല്പജ്ഞാനികളായ ചില ആളുകൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമാകരമായ പ്രശ്നം അതിനുണ്ടാകും. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു മക്കൾക്ക് മാത്രമായി അനന്തര സ്വത്ത് വീതം വെക്കുകയാണെങ്കിൽ എന്താണ് അത് നിർവഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഖുർആൻ പറഞ്ഞു 2 പെണ്ണോഹരിയാണ് ഒരു പുരുഷന് മക്കൾക്കിടയിൽ വീതിച്ച് നൽകുമ്പോൾ കൊടുക്കുക. അങ്ങനെ തന്നെയാണത്. അത് തന്നെയാണ് മനുഷ്യരാശിയുടെ മസ്ലഹത്ത് എന്ന് വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിന് തന്നെ പ്രശ്നം ഉണ്ടാകും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, റബ്ബിനെ തൃപ്തിപ്പെട്ട് ഇസ്ലാം എന്നതിനെ ദീനായി തൃപ്തിപ്പെടുന്നവരെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല, നിസ്കാരവും നോമ്പും അങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളും മാത്രമല്ല ഇസ്ലാം, മറിച്ച് സമ്പൂർണ്ണമായി പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമസംഹിതകൾ അത് മനുഷ്യരുടെ നന്മക്കും മസ്ലഹത്തിനുമാണ് റഹ്മാനായ റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് തൃപ്തിയോടുകൂടെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ഈമാൻ പ്രശ്നത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് ഇത് മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. കണക്കുകൾ വളരെ പെട്ടെന്ന് കണക്കുകൾ പറഞ്ഞു പോയാൽ, സ്ത്രീക്ക് അനന്തരാവകാശം കിട്ടുന്ന സാഹചര്യങ്ങൾ 30-ൽ കൂടുതൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മകളായി, ഉമ്മയായി, ഭാര്യയായി, സഹോദരിയായി ഒക്കെ ഒരു സ്ത്രീക്ക് അനന്തര സ്വത്ത് കിട്ടുന്ന 30-ലേറെ സന്ദർഭങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം സമ്പൂർണ്ണമായിരിക്കും. ഇസ്ലാമിൻ്റെ കണ്ണിൽ ഇങ്ങനെ ഒരാൾ പുറത്തുണ്ടാകൂല. എല്ലാ വിധത്തിലും വരാനിരിക്കുന്ന സാഹചര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ കണക്കിൽ മക്കൾക്കിടയിൽ ഓഹരി വെക്കുമ്പോൾ ലഭിക്കുന്ന പപ്പാതിയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൽ പുരുഷന് 2 പെണ്ണോഹരി കിട്ടുന്നതിനെക്കുറിച്ച്, ഒരു പെണ്ണിന് കിട്ടുന്നതിൻ്റെ ഇരട്ടി പുരുഷന് കിട്ടുന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുക. എന്നാൽ 10-14ഓളം സന്ദർഭങ്ങളിൽ ഈ 30-ലെ ഡസണിന് മുകളിൽ വരുന്ന, 12-ന് മുകളിൽ വരുന്ന സന്ദർഭങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് പറയാം, പുരുഷനും സ്ത്രീയും ഒരേ ലെവലിൽ വന്നാൽ സ്ത്രീക്ക് കൂടുതൽ കിട്ടുന്ന സന്ദർഭങ്ങളാണ് അനന്തരാവകാശത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ, ഈ 30-ലധികം വരുന്ന സന്ദർഭങ്ങളിൽ 4 സന്ദർഭം പുരുഷന് തീരെ കിട്ടാതെ സ്ത്രീക്ക് കിട്ടുന്ന സന്ദർഭത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അനന്തരാവകാശ വീതം വെപ്പിൻ്റെ സമ്പൂർണതയെക്കുറിച്ച് മനസ്സിലാകാതെ അറ്റവും വക്കും കടിക്കുന്നവർ അതിനെ വിമർശിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതരമായ വിപത്തുണ്ട്. അതോടൊപ്പം ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പരിമിതമായ അറിവ് കൊണ്ട് എഴുതിയുണ്ടാക്കിയതല്ല, ലോകത്തെ സൃഷ്ടിക്കുന്ന റബ്ബ് ഉണ്ടാക്കിയ നിയമസംഹിതയാണ് എന്ന ബോധ്യത്തോടുകൂടെ, തൃപ്തിയോടുകൂടെ സമീപിക്കുമ്പോൾ കിട്ടുന്നൊരു മാനസിക വിശാലത വേറെയുമുണ്ട്. ഇനി സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ കണ്ണിൽ സത്യത്തിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഏതെങ്കിലും നിലക്കുള്ളൊരു അധികാരം ലഭിക്കുക എന്നത് അനുഭവിക്കാനുള്ള വിഭവമായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു രംഗത്തും. ഇപ്പം ഭരണം ലഭിക്കുക എന്നത് ഭൗതിക കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ളൊരു മാർഗമായിരിക്കും. പക്ഷെ ഇസ്ലാമിൻ്റെ കണ്ണിൽ ഒരു ഭരണകർത്താവ് ആരുടെയൊക്കെ അവൻ്റെ കീഴിൽ വരുന്ന ഭരണീയരുടെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പരലോകത്ത് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണ്, അമാനത്ത് നിർവഹിക്കേണ്ടവനാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ടാണ് ഒരു ഉത്തരവാദിത്വം, ഭരണകർത്തൃത്വം ഏറ്റെടുക്കാൻ മുൻഗാമികളൊക്കെയും ഭയപ്പെട്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത്, മുൻഗാമികൾ എല്ലാവരും ഭയപ്പെട്ടത് അത് അനുഭവിക്കാനുള്ള വിഭവമല്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയാനുള്ള അമാനത്താണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്.
അത് സഹോദരനായാലും ഭർത്താവായാലും ഉപ്പയായാലും അവർക്ക് കിട്ടുന്ന പ്രിവിലേജുകളല്ല, അള്ളാഹുവിൻ്റെ കോടതിയിൽ എണ്ണി എണ്ണി മറുപടി പറയേണ്ട ഉത്തരവാദിത്തങ്ങളാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇനി നോക്കൂ, ഒരു ഉപ്പ മരണപ്പെടുന്നു, ഉമ്മ മരണപ്പെടുന്നു, മക്കൾക്കിടയിൽ മാത്രം വീതം വെക്കപ്പെടുന്ന അനന്തര സ്വത്തിൻ്റെ കണക്കുകൾ വെച്ച് അതിൻ്റെ യുക്തിയെ ചോദിക്കുന്നവരോട്, അല്ലെങ്കിൽ സ്ത്രീക്ക് കൊടുക്കുന്ന പകുതി മാത്രമാണ് എന്നതിലെ അനീതിയെ മാത്രം, അല്ലെങ്കിൽ ആ തുല്യതയില്ലാത്തതിനെ മാത്രം എടുത്തു കടന്ന് സംസാരിക്കുന്നവരോട് ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് അവർക്കൊന്നും അറിയാത്തത് കൊണ്ട് മാത്രം സംസാരിക്കുന്നതാണത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു സമയത്തും അവളുടെ സ്വന്തം കാര്യങ്ങൾ ചെലവഴിക്കാൻ ബാധ്യതപ്പെട്ടവളല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവാണ് അവളുടെ എല്ലാ കാര്യങ്ങളും ചെലവഴിക്കാൻ അധികാരപ്പെട്ടവൻ അല്ലെങ്കിൽ ബാധ്യതപ്പെട്ടവൻ. ഒരു സ്ത്രീക്ക് അവളുടെ അക്കൗണ്ടിൽ അനന്തര സ്വത്തായി ഉപ്പയിൽ നിന്ന് കിട്ടിയ 10 ലക്ഷം ഉണ്ട് എന്ന് കരുതുക. അവൾക്കൊരു രോഗം വന്നു, അവളൊരു ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ വരുന്ന ബില്ലിൽ അവളുടെ കയ്യിലുള്ള ലക്ഷങ്ങളിൽ നിന്ന് 1 രൂപ പോലും കൊടുക്കാൻ ഇസ്ലാം അവളോട് പറയുന്നില്ല. അവൾക്ക് ബാധ്യതയില്ല. അവൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നിർബന്ധമായ ബാധ്യത ഭർത്താവിനാണ്, ഉപ്പക്കാണ്, സഹോദരനാണ്. അതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ ബാധ്യത നൽകുന്നവന് വീതം വെക്കുമ്പോൾ ഒരല്പം കൂടുതൽ കൊടുക്കുന്നത് ഈ ബാധ്യത കൂടെ നിറവേറ്റാനാണ്. എന്നാൽ അതേ സമയമോ യാതൊരു ഉത്തരവാദിത്വവും നൽകാത്ത സ്ത്രീകൾക്ക് സമ്പത്ത് വീതം വെക്കുന്നതിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമത്തിൻ്റെയും അതിൻ്റെ പൂർണ്ണതയെയും കുറിച്ച് മനസ്സിലാക്കാൻ അല്പജ്ഞാനികൾക്ക് യഥാർത്ഥത്തിൽ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. എന്നിട്ടോ ഇങ്ങനത്തെ ജൽപ്പനങ്ങളെ മുന്നിൽ നിർത്തി ആരൊക്കെയോ ഒക്കെ സ്വന്തം കാര്യങ്ങൾ ഓതി വീർപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന അജണ്ടകൾക്ക് പിന്നാലെ മുസ്ലിം സമൂഹത്തിലെ ചിലരെങ്കിലുമൊക്കെ പോകുക. എന്നിട്ട് വിവാഹം കഴിഞ്ഞവർ തന്നെ വീണ്ടും വിവാഹം കഴിക്കുക എന്ന നാടകത്തിന് നമ്മൾ സാക്ഷിയാകുക. എന്താ കാര്യം? സ്വത്ത് വീതം വെക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾക്ക് പുണ്യമായി നീതിയുക്തമായി കിട്ടില്ല എന്ന് ഇസ്ലാമിക നിയമങ്ങളുടെ മുന്നിൽ അവർക്ക് ഭയമുണ്ടത്രേ. എന്നിട്ട് 10-50 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞവർ വീണ്ടും നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. സഹോദരങ്ങളെ, ഒരൊറ്റ ആയത്ത് ആമുഖമായി നാനോദി വെച്ച ആയത്ത്, അത് വിശ്വസിക്കുന്ന, അത് പരിശുദ്ധ ഖുർആന്റെ കലാമാണ് എന്ന് ഉൾക്കൊള്ളുന്ന, അത് ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ വചനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും വകുപ്പില്ലാത്തതാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ചോദിക്കുകയാണ്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. ഈ ഗ്രന്ഥത്തിൽ സംക്ഷിപ്തമായി അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള നിയമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ എടുക്കുക. ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം, ഖുർആനോത്തും നോമ്പും സക്കാത്തും ഒക്കെ കണക്കുകൂട്ടലാണ്. അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ സ്വീകരിക്കുക, അതൊക്കെ വിശ്വസിക്കുക. വതക്ഫുറൂന ബിബഅദ്. സ്വന്തത്തിൻ്റെ ഇച്ഛക്ക്, സ്വന്തം ബുദ്ധിയുടെ പരിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്ന കാരണത്താൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച അഹ്കാമുകൾ ചിലത് നിങ്ങൾ നിഷേധിക്കുക. അള്ളാഹു പറയാണ്, ഫമാ ജസാഉ മയ്യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ. ഇപ്പം കിട്ടുന്ന ഒരു വിസിബിലിറ്റിയോ 4 ആളുകൾക്കുള്ളിൽ കിട്ടുന്ന ഒരു ഏതെങ്കിലും നിലക്ക് കിട്ടുന്ന പ്രശസ്തിക്കും അപ്പുറം നിങ്ങൾ കാത്തിരിക്കുക ഈ ദുനിയാവിലെ നിന്ദ്യതയായിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ കലാം നടത്തുന്ന സംസാരം ഇത് ഉത്ബോധിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന, പ്രവാചകനിൽ വിശ്വസിക്കുന്ന, ഖബറും പരലോകവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്തിനോടാണ്. അവരോട് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് നിന്ദ്യത ഏറ്റുവാങ്ങാൻ മാത്രമായിരിക്കും നിയുക്തി ഉണ്ടാവുക. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. ഇതിനേക്കാൾ കഠിനമായ ശിക്ഷകളിലേക്ക് നിങ്ങൾ തള്ളിവിടപ്പെടുന്ന ഒരു പരലോകവും നിങ്ങൾ കാത്തു നിന്നോളൂ. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം സമ്പൂർണ്ണമായി പഠിപ്പിച്ച നിയമങ്ങൾ അത് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ കൂടുതൽ വായിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നോക്കൂ, അനന്തരാവകാശം വീതം വെക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരേ ഘട്ടത്തിൽ വന്നാൽ പുരുഷനേക്കാൾ സ്ത്രീക്ക് കിട്ടുന്ന സന്ദർഭത്തെക്കുറിച്ച് നമുക്കാർക്കോ അറിവില്ല. ഈ വിമർശിക്കുന്നവർക്ക് പോലും ഇസ്ലാമിൻ്റെ അനന്തരാവകാശ സമ്പൂർണ്ണതയെക്കുറിച്ച് പഠിക്കാൻ പരിശ്രമിക്കാതെ അവരുടെ ഇച്ഛക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നടത്തുന്ന ഇത്തരം നാടകം അത് ഗുരുതരമായ പിഴവുകളിലേക്ക് വരുത്തും. സഹോദരങ്ങളെ, അതിൻ്റെ ഉപോത്ബലകമായി തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, സാധാരണ നമ്മളൊക്കെ തന്നെയും എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം, മരണപ്പെട്ടവരുടെ അനന്തര സ്വത്തും വീതം വെക്കാൻ ഒരു 3 ദിവസത്തിനകം സമയം കണ്ടെത്തണം എന്നതാണ് നമുക്ക് മതപരമായി നൽകപ്പെടുന്ന ഒരു നിർദ്ദേശം. അതിലൊരുപാട് മസ്ലഹത്തുകളുണ്ട്. ഇനി അതെങ്ങനെ വീതം വെക്കണം,
എങ്ങനെ വീതം വെക്കണം എന്നുള്ളടുത്ത് ചിലപ്പോൾ ചില കുടുംബ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തീരുമാനിക്കുകയാണ് എന്ത് എന്നെക്കാൾ കുറച്ചുകൂടെ അർഹത ഈ കേസിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്നെക്കാൾ അർഹത എൻ്റെ ഒരു സഹോദരനുണ്ട്, സഹോദരിക്കുണ്ട് എന്നൊക്കെ ആരെങ്കിലും മനസ്സിലാക്കി നടത്തുന്ന വിട്ടുവീഴ്ചക്കപ്പുറത്ത് ഈ വീതം വെക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളുടെ മരണശേഷം നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണശേഷം സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് എനിക്കല്പം കുറഞ്ഞുപോയി, അത് അനീതിയായിപ്പോയി, അത് നഷ്ടമായിപ്പോയി, അത് എന്നോട് ചെയ്ത ഒരു കൃത്യമല്ലാത്ത തീരുമാനമായിപ്പോയി എന്ന് നമ്മൾ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അത് ദീനിന് പുറത്തു പോകാൻ മാത്രം ഗുരുതരമായ കുഫർ സംഭവിക്കാൻ മാത്രം പര്യാപ്തമായ ഒരു വിശ്വാസമായിരിക്കും. കാരണം എന്താ പറയുന്നത്? അള്ളാഹു നടത്തിയിട്ടുള്ളൊരു വിധി തീർപ്പിനെ നമ്മൾ സമീപിക്കുന്നത് അത് ശരിയല്ല എന്നാണെങ്കിൽ, നിസ്കരിക്കാൻ പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് ശരിയല്ല എന്നൊരു മുഅ്മിൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കുമോ അങ്ങനെ തന്നെയായിരിക്കും. അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്നിടത്ത് അള്ളാഹു കൽപ്പിച്ച കണക്കുകൾ ശരിയായില്ല എന്നൊരു മുഅ്മിൻ വിശ്വസിച്ചാൽ ഉണ്ടാവുക. അത് ദീനിൽ നിന്ന് പുറത്തു പോകാൻ മാത്രം ഗുരുതരമായ പര്യാപ്തമായ കാര്യമാണ്. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം. അള്ളാഹുവും പ്രവാചകനും ഒരു കാര്യത്തിലൊരു വിധി തീർപ്പ് പറഞ്ഞാൽ, അത് ഭൗതികമാകട്ടെ, വൈയക്തികമാകട്ടെ, സാമൂഹികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും അത് ചിലപ്പോൾ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. ഈമാനിൻ്റെ ഏറ്റക്കുറവിനനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ ആളുകൾക്ക് തോന്നുന്നതും തോന്നാതിരിക്കുന്നതും വേറെ, അത് തിന്മയാണ്, അതിന് അവർക്ക് കുറ്റം കിട്ടുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ഇതിലൊരു അപൂർണതയുണ്ട് എന്ന് ആരെങ്കിലും മനസ്സാലെ വിശ്വസിച്ചാൽ അത് കുഫറിലേക്കെത്തുന്ന ദീനവാത്തിലായി പോകുന്ന ഗുരുതരമായ പിഴവായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ പഠിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്നിട്ട് ബോധപൂർവം ഞാൻ തൃപ്തിയോടുകൂടെ ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വല യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ നിയമങ്ങൾ അത് പരിപൂർണമാണ് എന്ന് വിശ്വസിക്കുകയും ആ പരിപൂർണതയിലേക്ക് കഴിവിൻ്റെ പരമാവധി എത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യലാണ് നമ്മുടെയൊക്കെ ഒരു ബാധ്യത. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല. ഈമാനികമായ തഖ്വയുടെ ഒക്കെ ഒരു ഏറ്റക്കുറവിനനുസരിച്ച് ചിലതൊക്കെ ചെയ്യാനും ചിലതൊക്കെ വീഴ്ചകൾ വന്നു പോകാനും ചിലതൊക്കെ സ്വാഭാവികമായ മനുഷ്യൻ്റെ സഹജമായ സാഹചര്യങ്ങൾ കൊണ്ട് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുന്നത് എന്തിനായിരിക്കണം? പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടിയായിരിക്കണം. അത് മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ റോളിലും അങ്ങനെ തന്നെയാണ്. അതൊരു ഉടമസ്ഥനായാലും ഒരു ജോലിക്കാരനായാലും ഒരു വീട്ടിലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റോളായാലും ഒക്കെ നമുക്കറിയാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. സാഹചര്യവശാൽ അതിലേക്ക് ഉയരാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുക എന്തിനായിരിക്കണം? ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്, ആത്മാർത്ഥമായും ഉണ്ടാകേണ്ടത്. അതിനുവേണ്ട പ്രാർത്ഥനകളാണ് ഉണ്ടാകേണ്ടത്. വീഴ്ചകൾ സംഭവിച്ചു പോകുമ്പോൾ അതിലൊരു കുറ്റബോധം തോന്നി അള്ളാഹുവിലേക്ക് തൗബ ചോദിച്ച് മടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയാണ് സ്വതവേ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അല്ലാതെ പിന്നെ ദീനിൻ്റെ സമഗ്രമായി പഠിപ്പിക്കപ്പെട്ട ഭാഗത്തിൻ്റെ നിയമസംഹിതകളുടെ ഏതെങ്കിലുമൊക്കെ ഒരു വക്ക് കടിച്ച് അതിനെ തൂക്കിപ്പിടിച്ച് ഇവിടെ പിന്നെ ഇസ്ലാം ഭയം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ അജണ്ടയായി നടപ്പിലാക്കുന്നതിൻ്റെ കൂടെ കഴുത്തു വെച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും നമ്മളാരും പരിശ്രമിക്കരുത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് പിന്നെ പ്രതിവിധി എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രതിവിധി അത് കഴിഞ്ഞ ഖുതുബയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥമായ ഇത്തരം കാര്യങ്ങളെ അന്വേഷിച്ച് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കൽ മാത്രമാണ് അതിന് യഥാർത്ഥമായ പ്രതിവിധി. അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കാൻ എത്രമാത്രം വൈകുന്നുവോ അതിനനുസരിച്ച് സമൂഹം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു നറേഷൻ ഉണ്ട്, അവരുണ്ടാക്കുന്ന ഒരു പിന്നെ ഇത്തരം പിന്നെ സ്ഥിതിഗതികൾക്കനുസരിച്ച് നമ്മുടെ മനസ്സിങ്ങനെ പോകും. നമ്മൾ ഉപയോഗിക്കുന്നിടത്തും നമ്മൾ സംസാരിക്കുന്നിടത്തും പിന്നെ നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ആഖ്യാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആഖ്യാനങ്ങൾ ഒരു 100 തവണ കേൾക്കുകയും കാണുകയും അതുമായി ഇടപെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സും അതിന് പരവപ്പെടുന്ന രീതി ഉണ്ടാകും. അതിന് തടയിടാൻ പറ്റുന്ന മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അതിൻ്റെ സംവിധാനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് അതിന് പ്രതിവിധി, അല്ലെങ്കിൽ അതിന്
അതിനുള്ളൊരു പ്രതിമാർഗം എന്ന് പറയുന്നത്, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഖുർആൻ ക്ലാസ് അതിൻ്റെ തുടക്കം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ തുടക്കം കുറിക്കണ്ടായി. സൂറത്തുൽ ഹജ്ജാണ് ഒരു ഭാഗമായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷമാണ് അത് നടക്കുക. അതുകൊണ്ട് പരമാവധി മറ്റു ഒരു സ്ഥലത്തും ഒരു വ്യവസ്ഥാപിതമായ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായും കുടുംബത്തോടൊപ്പം വന്ന് പഠിക്കുന്നൊരു മനോഭാവം, പഠിക്കുന്നൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ വെള്ളിയാഴ്ചകളിൽ മഗ്‌രിബ് വരെ, വെള്ളിയാഴ്ച ഇനി നമ്മൾ പള്ളിയിലേക്ക് അങ്ങനെ വരാൻ നിയ്യത്താക്കിയാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന്, ഈ ഖുർആൻ ക്ലാസ് ഇശാ വരെ ഉണ്ടാകും. ഇശായിന് ശേഷം ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം അത് വളരെ കൃത്യമായി കർമ്മശാസ്ത്രപരമായി തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അതിനു മുമ്പ് നിസ്കാരത്തിൻ്റെ ഒരുക്കം മുതൽ വിശദീകരിക്കുന്ന ഇമാം അൽബാനിയുടെ ഗ്രന്ഥമുണ്ട്, സിഫത്തു സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ രൂപം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠനം ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. അപ്പോൾ നിസ്കാരം അതിൻ്റെ ക്രമപ്രകാരം നിർവഹിച്ചു പോകാനുള്ള ഒരു പഠനം നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി ആയിരിക്കും ആ ക്ലാസ്സിന് നേതൃത്വം നൽകുക. ഈ രൂപത്തിൽ തന്നെ നമ്മളെല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി പരിപാടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അവൻ്റെ ദീന് തൃപ്തിപ്പെട്ടുകൊണ്ട് സ്വീകരിക്കാനും പരമാവധി തഖ്വയും ഇഖ്ലാസും ഒക്കെ കലർന്ന് അതൊക്കെ പിന്നെ മുറുക്കിപ്പിടിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിൻ്റെ മഹത്തായ ഫളല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. അള്ളാഹു, ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.